സംസ്ഥാനത്ത് കായൽ ടൂറിസത്തിൻ്റെ സാധ്യതകൾ ടൂറിസം വകുപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ കായൽ മേഖലയിൽ വൈവിധ്യമാർന്ന ടൂറിസം പദ്ധതികൾ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കായൽ ടൂറിസത്തിൻ്റെ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാനാണ് കേരള ടൂറിസം ഹൗസ് ബോട്ടുകളെ ടൂറിസം മേഖലയ്ക്ക് പരിചിതമാക്കിയത്. ലോകത്തിൽ കേരള ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട ടൂറിസം ഉൽപ്പന്നമായി ഹൗസ് ബോട്ടുകൾ മാറിക്കഴിഞ്ഞു. ക്യാമ്പയിനുകളുടെ മുഖമായി ഹൗസ് ബോട്ടുകളെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പ്രധാനമായും ആലപ്പുഴ, കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിൽ കേന്ദ്രീകരിച്ചിരുന്ന ഹൗസ് ബോട്ടുകൾ ഇന്ന് സംസ്ഥാനത്തിൻ്റെ ഇതര കായൽ മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ കായലുകളും ജലാശയങ്ങളും കേന്ദ്രീകരിച്ച് ഹൗസ് ബോട്ടുകളുടെ സാന്നിധ്യം സജീവമാണ്. ഹൗസ് ബോട്ടുകൾക്കൊപ്പം ചെറുവഞ്ചികൾ, സ്പീഡ് ബോട്ടുകൾ തുടങ്ങിയവയും കായൽ ടൂറിസം മേഖലയിൽ വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വരുന്നു. കായലുകൾക്ക് പുറമേ കായലുകളോട് ചേർന്ന ഇടപ്രദേശങ്ങളും തോടുകളും സഞ്ചാരികളെ വൻതോതിൽ ആകർഷിക്കുന്നു. കായൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാൻ വിനോദസഞ്ചാര വകുപ്പ് വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് രൂപം നൽകുക വഴിയും കായൽ ടൂറിസത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൊച്ചിയിൽ ആരംഭിച്ച വാട്ടർ മെട്രോ കായൽ ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പാണ് ഉണ്ടാക്കിയത്. വിദേശ സഞ്ചാരികളെ അടക്കം വാട്ടർ മെട്രോ ആകർഷിക്കുന്ന ഒന്നായി മാറി. കായൽ ടൂറിസം മേഖലയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ വിനോദസഞ്ചാര വകുപ്പും തുറമുഖ വകുപ്പിന് കീഴിലുള്ള കേരള മാരിടൈം ബോർഡും ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഹൗസ് ബോട്ടുകളുടെ സർവേ, രജിസ്ട്രേഷൻ എന്നിവ കേരള മാരിടൈം ബോർഡിൻ്റെ ചുമതലയിലാണ്. തുറമുഖ വകുപ്പ് അതിൽ നല്ല നിലയിൽ ഇടപെട്ട് വരുന്നു. ഹൗസ് ബോട്ടുകളുടെ എണ്ണം തിട്ടപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേരള മാരിടൈം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് ഞങ്ങളൊരു സംയുക്തമായൊരു യോഗം നടത്തി സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. കായലുകളുടെ ക്യാരിയിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായി ഡ്രഡ്ജിംഗ് നടത്തുവാനും കായലിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പോള ശാസ്ത്രീയമായി നീക്കുവാനുമുള്ള നടപടികൾ സ്വീകരിക്കുവാൻ 22/1/2022 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു. എന്നാൽ പ്രസ്തുത യോഗ തീരുമാനപ്രകാരമുള്ള തുടർ നടപടികൾക്കുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചു. ഈ സ്റ്റേ നീക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കായൽ ടൂറിസം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. ഹൗസ് ബോട്ടുകളിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുവാൻ ആവശ്യമായ പരിശീലനവും നിർദ്ദേശങ്ങളും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖേന ഹൗസ് ബോട്ട് ഉടമകൾക്കും ജീവനക്കാർക്കും നൽകുന്നുണ്ട്. ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യം സംസ്കരിക്കുവാൻ നിലവിൽ കോട്ടയം ജില്ലയിൽ കുമരകത്ത് STP പ്രവർത്തിക്കുന്നുണ്ട്. ആലപ്പുഴ H ബ്ലോക്കിലെയും വട്ടക്കായലിലെയും STP വീണ്ടും പ്രവർത്തനക്ഷമമാക്കുവാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട്.